ദൈവനാമത്തിന് മഹത്വം ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടെ, അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുടെ സമയം ഒരുമിച്ചായിരിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച അല്പം ചില വചനഭാഗങ്ങളും, അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമായിരുന്നു കാത്തിരിപ്പിന്റെ പുറകിലെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചും, അതുപോലെ ആ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ നാം കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളെ, കാത്തിരിപ്പിന്റെ മധ്യത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം. ആ ശബ്ദമാണ് ഞാൻ ദൈവത്തിൽ നിന്നും കേട്ടത്. ആ ശബ്ദത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ കാത്തിരിപ്പ്, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിന്റെ ജീവിതമാണ്. ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാംഗത്വമായി സ്വീകരിച്ച ശേഷം നമ്മുടെ ഒരു വലിയ കാത്തിരിപ്പാണ് ആത്മമണവാളിന് വേണ്ടിയുള്ള വലിയൊരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അനവധി പ്രതിസന്ധികളുണ്ട്. അത് പല തരത്തിലായിരിക്കാം പ്രതിസന്ധികൾ. പക്ഷെ നാം എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടുന്നത്? ആ പ്രതിസന്ധികളെ നാം എങ്ങനെ തരണം ചെയ്താൽ നമുക്കൊരു വിജയകരമായ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആത്മമണവാളൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. എനിക്ക് വളരെയധികം എൻ്റെ ഹൃദയത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായൊരു വേദഭാഗമാണ് 1 തെസ്സലോനിയർ 5-ാം അധ്യായം, അതിന്റെ 16, 17, 18 വാക്യങ്ങൾ എന്ന് പറയുന്നത്. ആ വചനഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, എപ്പോഴും സന്തോഷിക്കുവാൻ. കാത്തിരിപ്പിന്റെ മധ്യത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ പറയുകയാണ്, നാം സന്തോഷിക്കുവാൻ തക്കവണ്ണം. നമുക്ക് സന്തോഷിക്കുവാൻ നമ്മുടെ 4 ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുകയില്ല. എന്നാൽ നാം ഉറ്റുനോക്കുന്ന, നമ്മുടെ ആത്മമണവാളങ്കിലേക്ക് നാം ഉറ്റുനോക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നാം ഉറ്റുനോക്കുമ്പോൾ, അവന്റെ വചനത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാനും ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും വളരെ അധികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എണ്ണമറ്റ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷിക്കുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലാണെങ്കിലും 12-ാം വയസ്സിൽ ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാംഗത്വമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. 13-ാം വയസ്സിൽ ഞാൻ കണ്ട ഒരു 2 ഫിലിമാണ് നരകവും സാധു സുന്ദർ സിംഗിന്റെയും ഫിലിം. ആ ഫിലിമാണ് എൻ്റെ ലൈഫിന് യഥാർത്ഥമായിട്ടും ക്രിസ്തു, വലിയൊരു ദാഹം, ആത്മദാഹം, സുവിശേഷ വേലയ്ക്കുള്ള വലിയൊരു ദാഹം എൻ്റെ അകത്തുണ്ടായിരുന്നുവെങ്കിലും ആ ഫിലിം എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. കാരണം ഞാൻ ആദ്യം കണ്ട ഫിലിം എന്ന് പറയുന്ന നരകത്തെ കുറിച്ചാണ്. വചനം ആ 12-ാം വയസ്സിൽ ആഴത്തിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ വചന ഭാഗങ്ങളെ ഒന്നും കൂടി ദൃഢപ്പെടുത്തിക്കൊണ്ടുള്ള ആ നരകം എന്നുള്ള ഫിലിം ആ കൊച്ചു വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുത്തി. അത് കഴിഞ്ഞ് അവർ ഉടനെ തന്നെ കാണിച്ചൊരു ഫിലിമായിരുന്നു സാധു സുന്ദർ സിംഗ്. സുവിശേഷ വേലയെ കുറിച്ചുള്ള ഒരു വലിയ കത്തൽ, നശിച്ചു പോകുന്ന ജീവിതങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ആത്മദാഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറുപ്രായത്തിലെ ഞാൻ അറിയുന്ന വിധത്തിൽ സുവിശേഷം പറയുവാനും അറിയുന്ന വിധത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യുവാനും എല്ലാം തന്നെ വളരെയധികം മുന്നിട്ട് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ അകത്ത് ഒരു ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കാതെ, ആത്മാക്കളിൽ രക്ഷിക്കപ്പെടുവാൻ തക്ക വേണം, അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ആത്മദാഹം. അപ്പോഴാണ് ഈ സാധു സുന്ദർ സിംഗിനെ കുറിച്ചുള്ള ഈ ഫിലിം എൻ്റെ ലൈഫിലേക്ക്, വടക്കേ ഇന്ത്യയെ കുറിച്ചുള്ള വലിയൊരു ദാഹത്തെ കൊണ്ടുവരുവാൻ തക്കം ഇടയെ തീർന്നു. ജീവിതത്തിൽ അനവിധ പ്രതിസന്ധികൾ, ഒന്നിനൊന്ന് വലിയ പ്രതിസന്ധികൾ, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിയത്, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നാം ആകുന്ന കപ്പൽ പോകുമ്പോൾ, നാം ആകുന്ന വഞ്ചി അത് കടന്നു പോകുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ, നങ്കൂരമിടണമെങ്കിൽ ആ വചനമാണ് നമ്മെ നങ്കൂരമിടിപ്പിക്കുന്നത്. ആ വചനമാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ രക്ഷയുടെ അനുഭവം മുതൽ എന്നെ ഉറപ്പിച്ച ഒരു വചനമാണ്. ഈ ബൈബിളിലെ ഓരോ വചനങ്ങളുമാണ് എന്നെ ഇപ്പോൾ ശക്തിപ്പെടുത്തി ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവ വചനത്തിലേക്ക് ഉറ്റുനോക്കുവാൻ, മുഴങ്കാലിൽ ഇരിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനൊക്കെ വേണം ദൈവം ഇടയാക്കി തീർത്തു. 1 തെസ്സലോനിയർ 5-ാം അധ്യായം ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും സ്വീകാര്യം ആകാത്തൊരു ഭാഗമാണ്. എല്ലായ്പ്പോഴും സന്തോഷിപ്പാൻ ദൈവവചനം പറയുന്നു, ബി ജോയ്ഫുൾ ഓൾവേസ്.
എപ്പോഴും സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇവിടെ പറയുകയാണ്. പക്ഷെ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റു വീഴുന്ന അനവധി പ്രതിസന്ധികളുടെ മധ്യത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും? പക്ഷെ ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്നു, പൗലോസ് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ. ഈ ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് ബന്ധിതനായി തന്റെ ജീവിതത്തിൽ ഒരു ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് താൻ ഇരിക്കുന്നത്. ആ അവസ്ഥയിലും താൻ മുഖാന്തരം ക്രിസ്തുവിനെ രുചിച്ചെറിഞ്ഞ ആ ഫിലിപ്പിയിലുള്ള ാത്തൊരു ജീവിതം, അല്ലെങ്കിൽ യേശുവിന്റെ വചനമില്ലാത്തൊരു ജീവിതം, യേശുവിന്റെ സാന്നിധ്യമില്ലാത്തൊരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഈ ഫിലിപ്പി നമുക്കിവിടെ തെസ്സലോനിക്കർക്ക് എഴുതിയ 5:16 പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. അതിന്റെ 16 വാക്യത്തിൽ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ തക്ക വേണം. നാം എപ്പോഴും യേശുക്രിസ്തുവിന്റെ നാമം ധരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുവാനും, അതുപോലെ പിതാവിന് മഹത്വം കൊടുക്കുമാറ് നാം ദൈവത്തിന് എപ്പോഴും സന്തോഷിച്ച് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് അത് കാണിക്കുന്നത്. നാം എത്രത്തോളം ദൈവത്തിനെ ആശ്രയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിന്റെ മധ്യത്തിൽ പ്രതിസന്ധിയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരമാണ്? യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുമ്പോൾ പടകിൽ കയറി പോകുവാൻ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കുന്നു. അവിടെ ആ പടക് കൊടുങ്കാറ്റിനാൽ അല്ലെങ്കിൽ തിരമാലകളാൽ ആഞ്ഞടിക്കുന്ന സമയത്ത് അവർ വളരെയധികം ഭയപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ ഭയപ്പെട്ടു പോയി. യേശുവിനെ, ആ വെള്ളത്തിൽ കൂടി നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ഭയപ്പെടുന്ന ശിഷ്യഗണം. എന്നാൽ ആ രണ്ട് ഭാഗത്തും കാണാൻ സാധിക്കുന്നു, യേശു ശിഷ്യന്മാരുടെ അല്പവിശ്വാസത്തെ ശാസിക്കുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു ഒരു വിശ്വാസത്തിന് ഒരു ഉറയ്ക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വചനമാകുന്ന യേശുക്രിസ്തുവിൽ അവർ നങ്കൂരമിടാത്തതിന്റെ കുറവുകളെ കുറിച്ച് അവരെ പറഞ്ഞ് പിന്നത്തേതിൽ മനസ്സിലാക്കുവാൻ, അവരെ ശാസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയെത്തി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം സ്തോത്രത്തിൽ ജാഗരിക്കുവാനും, അല്ലെങ്കിൽ നാം ആരാധനയിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം. പലപ്പോഴും പലരും പറയാറുണ്ട്, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, സ്തോത്രത്തിൽ ജാഗരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്ന ഫോഴ്സ്ഫുള്ളി നാം വളരെയധികം നാം വളരെയധികം നമുക്ക് കഴിയുകയില്ല. പക്ഷേ നാം ദൈവവുമായി ഉപവസിക്കുമ്പോൾ, അവനുമായി വസിക്കുമ്പോൾ, അവന്റെ കൃപ ധാരാളമായി പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം പകർന്നു തരുവാൻ ഇടയെത്തീരും. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകളും സ്തുതിയും സ്തോത്രത്തിനും കഴിയുക തന്നെ ചെയ്യും. കാരണം എന്റെ 12ാം വയസ്സ് മുതൽ ഞാൻ രഹസ്യമായി പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു വടക്കേന്ത്യയിൽ കടന്നു പോകണം. 4 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാശ്മീരിൽ കടന്നു പോകുവാൻ തക്കവണ്ണം, അവിടെ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം, സുവിശേഷത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ, വടക്കേന്ത്യയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ആ കാശ്മീരിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ ഇതിന്റെ 3ാമത്തെ ഭാഗം 18ാം വാക്യത്തിൽ പറയുന്നത്, ഇവിടെ പറയുന്നു, be joyful always, pray continuously, give thanks to God in all circumstances, for this is God's will for you in Christ Jesus. എല്ലാ സർക്കംസ്റ്റാൻസസിലും, എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, അതാകുന്നുവല്ലോ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഹിതം, നമുക്ക് ദൈവഹിതം അറിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവഹിതം എന്താ? എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ. നമ്മുടെ ജീവിതത്തിന്റെ സകലതും നഷ്ടമാകുമ്പോൾ, 3 പ്രാവശ്യം ക്യാൻസർ രോഗിയായി, എന്റെ ക്രോണിക് ക്യാൻസർ ആയി മാറിയ സമയത്ത്, 2010 നവംബർ 23-ാം തീയതി എനിക്ക് ക്രോണിക് ക്യാൻസർ എന്ന് ഡോക്ടർ വിധി എഴുതുമ്പോൾ 1 വയസ്സുള്ള മകൾ, അതുപോലെ 2 വയസ്സുള്ള എന്റെ മകൻ, അതുപോലെ തളർന്നു കിടക്കുന്ന എന്റെ ജീവിത സഖി, അവരുടെ മധ്യത്തിൽ ഒരു ക്യാൻസർ രോഗിയെ തീർന്നപ്പോൾ ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദ്യചിഹ്നം ചോദിക്കുവാൻ ഇടയായി തീർന്നില്ല. മറിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, മുട്ടിന്മേൽ ഇരിക്കുവാൻ, ആ വിഷയം ദൈവത്തോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമെന്ന് വചനത്തിലൂടെ വിടുതലുകളെ പറഞ്ഞു തരുവാൻ ദൈവശബ്ദം, മൃദുവായ
ജീവനുള്ളതായ ദൈവശബ്ദം ആ സാഹചര്യത്തിൽ പ്രതിസന്ധികളിൽ കേൾക്കുവാൻ തക്കവണ്ണം ആടിയുലിയുന്ന ജീവിത സാഹചര്യത്തിൽ മന്ദബുദ്ധിയായ മകൻ, അതുപോലെ കാലുകൾ വളഞ്ഞതായ മകൾ, എന്താ പറയുക, 18 വയസ്സിൽ മാത്രം കാലിന്റെ ഓപ്പറേഷനിലൂടെ മാത്രം ആ കാലുകൾ നേരെയാകുമെന്ന് ഡോക്ടർ വിധി എഴുതുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് എന്താ പറയുക, എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. 4 പേരും വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളായിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നങ്കൂരമിടുവാൻ, വചനത്തിൽ ശക്തിപ്പെടുവാൻ, 4 ചുറ്റും പ്രതിസന്ധികൾ മാത്രം, എന്നാൽ ഉറ്റുനോക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് മാത്രം. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് 1 വർഷത്തിനകം എന്റെ ജീവിതസഖി പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ, വളഞ്ഞ കാലുള്ള മകൾ 4 വയസ്സ് കഴിയുന്ന സമയത്ത് മെഡിക്കൽ സയൻസിന് പ്രകാരം 18 വയസ്സിൽ അവൾക്ക് വലിയൊരു മേജർ ഓപ്പറേഷനിലൂടെ മാത്രം കാല് നേരെയാകുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവൾ പൂർണ്ണ സൗഖ്യമുള്ളവളായി, അവളുടെ കാലുകൾ നേരെയാകുവാൻ, ഓട്ട മത്സരങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ ലഭിക്കത്തക്ക രീതിയിൽ അവൾ വളരെയധികം ദൈവം അവളെ ആദരിക്കുവാൻ തക്കവണ്ണം, അതുപോലെ ദൈവത്തിന് വേണ്ടി തന്നെ ഓടുവാൻ തക്കവണ്ണം, അതുപോലെ എന്റെ മകൻ മന്ദബുദ്ധി എന്ന് വിധി എഴുതപ്പെട്ടു 2 കുഞ്ഞുങ്ങളെയും എന്റെ വയറ്റിൽ വെച്ച് തന്നെ അബോർട്ട് ചെയ്ത് കളയണമെന്നുള്ള ഡോക്ടേഴ്സിന്റെ വിധി, ചണ്ഡീഗഡ് PGI ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വിധി എഴുതി. കാരണം എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ആയിരുന്നു 2 സമയത്തും. എന്നാൽ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവമുഖത്തേക്ക് ഉറ്റുനോക്കി. ജനിച്ചത് മന്ദബുദ്ധിയായ മകൻ, അവന് സംസാരശേഷി ഇല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു ജീവിതത്തിൽ. എന്നാൽ അവന്റെ ജീവിതത്തിലും 3 സ്കൂളിൽ നിന്ന് അവനെ കിൻഡർ ഗാർഡനിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ഇടയെ തീർന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ അനേക വർഷങ്ങൾ, 35ഓളം വർഷം വടക്കേന്ത്യയുടെ സുവിശേഷ വേലയോടനുബന്ധിച്ച് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നു. എന്നാൽ എന്റെ വിവാഹത്തിന് മുമ്പ് അനേക ജീവിതങ്ങളുടെ രോഗികൾ സൗഖ്യമാകുന്നത്, അനേക വിധത്തിൽ നിന്ന്, മീൻസ് യേശുവിനെ അറിയാത്ത ജനം യേശുവിന്റെ കരചലനം കൊണ്ട് ക്രിസ്തു യേശുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം, അതുപോലെ വളരെയധികം മദ്യപാനത്തിന്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം, അതുപോലെ രോഗികളായിരിക്കുന്ന ക്യാൻസർ, അതുപോലെ കിഡ്നി, പല രോഗബന്ധത്തിലുള്ളവർ സൗഖ്യമാകുന്നത്, അതുപോലെ തളർന്നു കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥകളെല്ലാം കാണുവാൻ ഇടയെ തീർന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മുടെ ജീവിതത്തിന്റെ ചില പരിശോധനകൾ, പരീക്ഷകൾ, അതിന്റെ മധ്യത്തിൽ തളർന്നു പോകാതെ ക്രിസ്തുവിൽ തന്നെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം, ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സ്തോത്രത്തിൽ ജാഗരിച്ച് ക്രിസ്തുവിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അവനിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് മുഴങ്കാലിരിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, അതുപോലെ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ മഹത്വം കരയറ്റിക്കൊണ്ട് ആ സമയങ്ങളിൽ ആയിരുന്നതുകൊണ്ട് മന്ദബുദ്ധി എന്ന് എഴുതി എഴുതപ്പെട്ട എന്റെ മകനും 4.5 വയസ്സായപ്പോൾ അവൻ നല്ല ഫ്ലുവന്റായി സംസാരിക്കുവാൻ, അവന്റെ ബുദ്ധിയെ ദൈവം തൊടുവാൻ, അവൻ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനമുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയിൽ വളരെയധികം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കൊച്ചുനാളിൽ മുതൽ തന്നെ സുവിശേഷം പ്രസംഗിക്കുവാൻ അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കി എടുക്കുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുമാകട്ടെ, ആത്മീക ജീവിതത്തിലാകാം, വ്യക്തി ജീവിതത്തിലാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ, ദേശത്തിൽ, രാജ്യത്തിൽ, അല്ലെങ്കിൽ രാജ്യങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പല പ്രതിസന്ധികളായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ അന്യഗാമിയായിരിക്കുന്ന, ഒരു വെറും വിശ്വാസിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യത്വം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു കാണിച്ചെന്ന നല്ല മാതൃകയാണ് രാത്രി സമയങ്ങളിൽ യേശു ക്രിസ്തു തനിയെ ഇരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. തന്റെ ശിഷ്യന്മാർ തന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ പലപ്പോഴും അവർ കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തു വളരെയധികം പ്രാർത്ഥിക്കുകയും 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കണമെന്ന്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് അവരെ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു കാണിച്ച മാതൃക, ശിഷ്യത്വം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനെ പിൻപറ്റുന്ന, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന, യേശു ചെയ്ത കാര്യം അതുപോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മാലാകുന്നത് ക്രിസ്തുവിൽ ആശ്രയിച്ച്, അവന്റെ കൃപയിൽ ആശ്രയിച്ച്, അവനെ ആശ്രയിച്ച് നാം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കവണ്ണം ഇടയെ തീരും. അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ അതിന്റെ 12-9 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്റെ കൃപ എനിക്ക് മതി, നിന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു. ഞാൻ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ 90% കാഴ്ചശക്തി എനിക്കില്ല, എന്റെ കാഴ്ചശക്തി 90% നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ക്യാൻസർ വരുന്നതിന് മുൻപ് മറ്റൊരു മാരകരോഗം സംഭവിച്ച് ചെറുപ്പത്തിൽ തന്നെ 75% കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം
19 ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ കണ്ണിനും അതുപോലെ എന്താ പറയാ ബ്രെയിനും ഇടയ്ക്കുള്ള ഒപ്റ്റിക് നെർവിൽ ക്യാൻസർ ആയി. അങ്ങനെ എല്ലാവരും അന്ധരായി തീരുന്ന സാഹചര്യത്തിൽ 90% കാഴ്ച നഷ്ടപ്പെട്ടു. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന കർത്താവെ, വളരെയധികം സമയം ദൈവവചനത്തിന് വേണ്ടി, ദൈവവചനത്തിന് മുൻപിൽ ഞാൻ കൊച്ചുനാൾ മുതൽ സമയം ചിലവഴിക്കാറുണ്ട്. അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോകാതെ എനിക്ക് അല്പം കാഴ്ച തിരിച്ചു തരണം, ദൈവവചനം വായിക്കുവാൻ വേണം. ദൈവം എനിക്ക് 10% കാഴ്ച മടങ്ങിത്തരുവാൻ ഇടയെ തീർന്നു. അതുകൊണ്ട് വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, നാം ഓഡിയോ ബൈബിൾ കേൾക്കുന്നതിനേക്കാൾ നാം കേൾക്കുന്നത് വ്യത്യസ്തമാണ്. നാം സ്വയമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വ്യത്യസ്തമാണ്. കാരണം അത് നാമും ദൈവം, നമ്മുടെ മുൻപിൽ തൊട്ടു മുൻപിലിരിക്കുന്ന ദൈവ സാന്നിധ്യം, നാം ദൈവവചനമായി ഇരിക്കുമ്പോൾ ആ ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്നത്, ആ ദൈവത്തിന്റെ സാന്നിധ്യം നാം വളരെയധികം രുചിച്ചെറിയുന്ന ഒരു അവസ്ഥ. പ്രിയ ദൈവജനമേ, എന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ സന്തോഷിക്കുവാൻ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ കണ്ണുനീർ ഇറ്റിറ്റായി വീഴുന്ന സമയത്തും കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കാതെ, സാഹചര്യങ്ങളെ നോക്കി പിറുപിറുക്കാതെ, അല്ലെങ്കിൽ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി ദൈവത്തിന് നന്ദി പറയുവാൻ, ക്രിസ്തു യേശുവിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ. പലപ്പോഴും നമുക്ക് എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ കഴിയാറുണ്ടോ? എന്റെ ജീവിതത്തിന്റെ അനവധി പ്രതിസന്ധികൾ, ഇത് മാത്രമല്ല സുവിശേഷ നിമിത്തം തടവറയിലായിരുന്ന സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് പോലും, ആ ജയിലറുകളുടെ അകത്തുപോലും കർത്താവിന് സ്തോത്രം കരയറ്റുവാൻ, മുഴങ്കാലിലിരിക്കുവാൻ, ആ വെറും സിമന്റ് തറയിൽ മുഴങ്കാലിരുന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം പറയുവാൻ, ആ സമയത്താണ് കയ്യിലില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ എത്ര വ്യക്തമായിട്ടാണ് തെളിഞ്ഞു വരുന്നതെന്ന്. അതുപോലെ നമുക്ക് ആശ്വസിപ്പിക്കാൻ നമുക്ക് ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എത്ര സമീപസ്ഥനായി ഉണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം എന്റെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയെത്തീർന്നത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കഠിന പ്രതിസന്ധി വർദ്ധിക്കും തോറും ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയെത്തീരും. നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ പ്രതിസന്ധികളിൽ നാം കുറഞ്ഞ ദൈവ സാന്നിധ്യത്തെയാണ് അനുഭവിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികൾ വർദ്ധിക്കും തോറും ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം, യഥാർത്ഥ യേശു ക്രിസ്തു ആരെന്ന്, അവൻ നമ്മുടെ ആത്മ മണവാളൻ, നമ്മെ ഒരിക്കലും വിട്ടുപിരിയാതെ നമ്മോട് ചേർന്നിരിക്കുന്നവൻ, റിബന ഹത്തനാരക, നമുക്ക് ദൈവവചനത്തെ കാണുവാൻ സാധിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. നമുക്ക് പലപ്പോഴും യേശു നമ്മോടുകൂടി ഇരിക്കുന്നുവെന്ന് രുചിച്ചറിയണമെങ്കിൽ പ്രതിസന്ധിയുടെ വലിയ കൂരിരുട്ടിന്റെ മധ്യത്തിലാണ് യേശു നമ്മോട് കൂടി ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 23-ാം സങ്കീർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിരിൽ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നിന്റെ വടിയും കോലും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. നോക്കും, നമുക്ക് അവിടെ കാണാൻ സാധിക്കും, നമുക്ക് കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നു പോകുമ്പോഴും ആരാണ് ഈ കൂരിരിൽ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നത്? അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ തന്റെ ഇടയനാക്കി വെച്ച വ്യക്തി, യേശു തന്നെ നമ്മെ നയിക്കുന്ന, നാം ദൈവത്താൽ നയിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവം നമ്മെ നയിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം ദൈവത്തെ നമ്മുടെ എല്ലാമായി, നമ്മുടെ ഗുരുവായി നമ്മുടെ മുൻപിൽ നിർത്തി അവനെ നാം അനുഗമിക്കുന്നുവെങ്കിൽ, അവൻ പറയുന്നത് ചെയ്യുന്നുവെങ്കിൽ, പ്രിയ ദൈവജനം, എന്റെ ജീവിതത്തിന്റെ ഇവിടെ വടക്കേന്ത്യയിൽ പാകിസ്ഥാന്റെ ബോർഡറിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ദൈവജനം പറയുന്നത്. ഇവിടെ കൊടും തണുപ്പിന്റെ സമയത്ത് ചില സമയത്തെല്ലാം -ഡിഗ്രി അങ്ങനെ വരാറുണ്ട്. കാരണം ഹിമാലയത്തിന്റെ ഒരു ഹിമാഞ്ചലിന്റെ അടിവാരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെയധികം കഠിനമായ പ്രതിസന്ധി, എന്താ പറയാ, തണുപ്പിന്റെ വളരെ കാഠിന്യം വരുന്ന ഒരു സമയത്ത്, എന്റെ മകൾ വെറും 4 മാസം, അതുപോലെ മോന് 1.25 വയസ്സുള്ളൂ. ആ സമയത്ത് ഞാൻ കേട്ടൊരു ദൈവശബ്ദമാണ് ഉപവസിക്കുവാൻ പറയുന്നു. ദൈവം പറയാൻ എന്നോട് ഉപവസിക്കൂ. അപ്പം ദൈവവുമായി ചേർന്ന്, അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്താ പറയാ, പകൽ അല്പസമയം ഭക്ഷണം വെടിഞ്ഞ് നമുക്ക് ഉപവസിക്കാനായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നെ ദൈവം ആ സമയത്ത് കൊണ്ടുപോയത് 21 ദിവസം രാത്രിയും പകലും പൂർണ്ണതയോടെ ദൈവസന്നിധിയില് ഭക്ഷണം വെടിഞ്ഞ് ഉപവാസത്തോടെ ദൈവസന്നിധിയില് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം. അതിനുശേഷം ദൈവശബ്ദം വീണ്ടും കേൾക്കുകയാണ്, 3 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ മതി. നോക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതിസന്ധി നാം കാണുന്നില്ല,
കാണുന്നില്ല, മീൻസ് നമുക്ക് കാണാൻ അദൃശ്യ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന പല കാര്യങ്ങൾ ദൃശ്യമായി നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ സ്വീകാര്യമല്ലാതെ വരുമ്പോൾ, നമ്മുടെ സാഹചര്യം കൊണ്ട് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു തലമുറയെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഒരു വ്യക്തി കർത്താവിന്റെ ശബ്ദത്തിന് കീഴടങ്ങുന്നുവെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ, നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, ക്യാൻസറിന്റെ തീവ്രതയുടെ മധ്യത്തിൽ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ, ഉപവസിക്കുവാൻ. അങ്ങനെ എന്റെ ജീവിതത്തിൽ എന്താ പറയാ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, അതുപോലെ തളർന്നു കിടക്കുന്ന എന്റെ സഖിയുടെ ജീവിത അനുഭവത്തിൽ, മന്ദബുദ്ധിയും അതുപോലെ കാലുകൾ നേരെയാകാൻ സാധ്യതയില്ലാതിരുന്ന എന്റെ മകളുടെ ജീവിതത്തിൽ, ഓരോ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കേട്ടത്, എനിക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ഒരു മെഡിക്കൽ സയൻസ് അല്ല, എനിക്ക് ആശ്രയിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയില്ല, വ്യക്തികളില്ല, മറിച്ച് എനിക്ക് ആശ്രയിക്കാനുള്ളത് എന്റെ ആത്മ മണവാളനാണ്. എനിക്ക് വേണ്ടി രക്തം ചിന്തി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി റിബാനകരകതകല സ്വർഗത്തിലെ സകല സുഖവും വിട്ടൊഴിഞ്ഞ് ഈ താണ ലോകത്തിൽ എനിക്ക് വേണ്ടി റബനഹത്തന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശുക്രിസ്തു വന്നെങ്കിൽ ആ യേശുക്രിസ്തു പറയുന്ന ഓരോ ശബ്ദവും അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ സർവശക്തനെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. നമുക്കറിയാം, അവനെ രുചിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. അവൻ നല്ലവനെന്ന്, യഹോവ നല്ലവനല്ലോ, അവനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം. നാം ദൈവത്തെ രുചിച്ചറിയുക എന്ന് പറയുന്നത് നാം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, മറ്റൊരു വ്യക്തിയല്ല അവനെ രുചിച്ചറിയുന്നത്, മറിച്ച് നാം സ്വയമായി നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു അനുഭവത്തിലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം കാണാൻ സാധിക്കുന്നു. ഇവിടെ എഫെസ്യ ലേഖനം 5:20 നാം കണ്ടല്ലോ, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ. വചനം ഒരുപക്ഷെ നമുക്ക് കാണാപ്പാഠം അറിയാമെങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, കണ്ണുനീർ ഇറ്റിറ്റ് വീഴുമ്പോഴും അതുപോലെ വളരെ കുപ്പികൾ നിറയുമാറ് കണ്ണുനീർ വീഴുമ്പോഴും ദൈവത്തിന് സ്തോത്രം മാത്രം കരയറ്റുവാൻ, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, ദൈവത്തോട് പിറുപിറുപ്പില്ലാതെ ഇരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ, ഇയ്യോബിന്റെ 1-ാം അധ്യായത്തിൽ നമുക്കെല്ലാം സുപരിചിതമാണ്. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തിന്റെ മധ്യത്തിൽ ഇയ്യോബ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, നഗ്നനായി ഞാൻ മടങ്ങിപ്പോകും, ദൈവം തന്നു, ദൈവം എടുത്തു. അവൻ പറയുകയാണ്, ദൈവത്തിന്റെ നാം മഹത്വപ്പെടട്ടെ. നോക്കൂ, ദൈവത്തിന് സകല മഹത്വവും. അതിന്റെ 20-ാം വാക്യമെല്ലാം നാം കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കും, പ്രതിസന്ധിയെ കേട്ടപ്പോൾ, പ്രതിസന്ധിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയ്യോബ് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണു, ദൈവത്തെ നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ഒരു ഉത്തമ മാതൃകയായി ദൈവം പറയുന്ന ഒരു കാര്യം, ദൈവത്തെ ആരാധിക്കുവാൻ. റിബാനകരകതകല ദൈവം ആഗ്രഹിക്കുകയാണ് നാം അവന് ആരാധന കൊടുക്കുവാൻ. നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ. പ്രതിസന്ധിയിൽ പിശാച് ഒരിക്കലും അനുവദിക്കുകയില്ല സ്തുതിക്കുവാൻ. പലപ്പോഴും മാനുഷികമായി ചോദ്യങ്ങളാണ്, എന്തിന് സ്തുതിക്കണം? എന്നാൽ ദൈവം പറയുന്നു, പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ നാം സ്തുതി സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. റബനഹത്ത് ദൈവവചനം പറയുകയാണ്, നാം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, ഹൃദയപൂർവ്വം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങൾ ഒന്നൊന്നായി ദൈവം മാറ്റുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സമയത്ത്, നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും നാം ശക്തരുമായി തീരുവാൻ തക്കണം ഇടയെ തീരും. ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് ദാവീദിനെ കുറിച്ച് അറിയാം. രാത്രി മുഴുവനും കാട്ടിന്റെ അകത്ത്, പകലും രാത്രിയും കാടിന്റെ അകത്ത് കഴിച്ചുകൂട്ടുന്ന ഇശായിയുടെ ഇളയ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതം. എന്നാൽ ആ ഒരു കാട്ടിലെ അനുഭവം മനുഷ്യരാരും കാണുന്നില്ല. എന്നാൽ താൻ ചെറുപ്പത്തിൽ പഠിച്ച പാഠമാണ്. സർവശക്തനായി ദൈവത്തെക്കുറിച്ച് യഹൂദ നിയമപ്രകാരം അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആ കൊച്ചുനാളിൽ തന്നെ ദൈവത്തിന്റെ വചനത്തെ അവൻ ആഴത്തിൽ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു ആട്ടിടയനായി കാട്ടിലേക്ക് തള്ളപ്പെട്ടു പോയ സമയത്ത് സ്വന്തം അപ്പനെ അമ്മയും തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ആർക്കും വേണ്ടാത്തവനായ കാട്ടിലിരിക്കുമ്പോൾ
ചെയ്യുമ്പോഴും അവന്റെ ഹൃദയം ദൈവത്തിൽ ജാഗ്രഹിക്കുവാൻ തക്കവണ്ണം, അവൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ തക്കവണ്ണം, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ കണ്ണുകൾ ഉറ്റുനോക്കുന്ന, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി, ഏറ്റവും വേണ്ടപ്പെട്ടവനായി തീരുവാൻ തക്കവണ്ണം ഇസ്രായേൽ മുഴുവനും ലക്ഷോപലക്ഷം ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്ന സമയത്ത്, ലക്ഷോപലക്ഷം യോദ്ധാക്കൾ ഉണ്ടായിരുന്ന സമയത്ത്, ലക്ഷോപലക്ഷം വളരെയധികം കഴിവുകളുള്ള അനേകർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദാവീദിന്റെ മേൽ ദൈവത്തിന് ദൃഷ്ടി പതിപ്പിക്കുവാൻ ഇടയായി തീർന്നതിന്റെ ഒരു കാരണം, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അവന്റെ കാടിന്റെ അകത്തായിരുന്നു, ചതുപ്പിന്റെ അകത്തായിരുന്നു, കാടിന്റെ അകത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാണുവാനോ ഒന്ന് കൈയടിക്കുവാനോ അപ്രീഷിയേറ്റ് ചെയ്യുവാനോ ഒന്നും ഒരു സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം അവനെ ഉറ്റുനോക്കി, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തോട് ചേർന്നിരുന്നു. ഒരു കണ്ണും കാണാതിരുന്നപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തികൾ ദൈവം മുൻപാകെ വിശ്വസ്തതയും വിശുദ്ധിയും നിർമ്മലതയും ഉള്ളതായതുകൊണ്ട് ദൈവം അവനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയ ദൈവജനമേ, നമ്മൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്റെ ഫേവറേറ്റ്, വളരെ ഇഷ്ടപ്പെട്ട വാക്യങ്ങളാണ്. കാരണം എന്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയ, വചനത്തിൽ നങ്കൂരമിടുവാൻ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ നങ്കൂരമിടുവാൻ സഹായിച്ച അനേക വചനഭാഗങ്ങളിൽ ഒന്നാണിതെല്ലാം. അവിടെ ദൈവജനം പറഞ്ഞു, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രയർ ആൻഡ് പെറ്റീഷൻ പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ഇവിടെ ദൈവജനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും, ഇവിടെ മലയാളത്തിൽ പറയുന്നു വിചാരപ്പെടരുത്, എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നു ആശങ്കപ്പെടരുത്. നാം ചിന്താകുലരാകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നു. നാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുവാനല്ല, മറിച്ച് എല്ലാറ്റിലും നാം പ്രാർത്ഥന, എല്ലാറ്റിലും, ഏത് വിഷയമാണെങ്കിലും, നമ്മുടെ പ്രതിസന്ധികൾ എത്ര വലുതുമാകട്ടെ. മൂന്നാമത് എനിക്ക് ക്യാൻസർ വന്ന എന്റെ കഴുത്തിന് ക്യാൻസർ വന്നു, കൊറോണയുടെ വലിയ തീവ്രതയുടെ മധ്യത്തിൽ. എന്നാൽ അതിന്റെ മധ്യത്തിലും ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസ്ഥിതി ഇരിക്കുമ്പോൾ ദൈവം പൂർണ്ണ സൗഖ്യമാക്കുവാൻ ഇടയെത്തുന്നു. രണ്ടാമത് ക്യാൻസർ വന്ന സമയത്തും ദൈവം എന്നെ സൗഖ്യമാക്കി. എല്ലാവരും ഓരോ സമയം ഡോക്ടർ സീരിയസാ വളരെയധികം സീരിയസ് ആണെന്ന് പറയുമ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കേട്ട ശബ്ദം ഇതായിരുന്നു, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഡോക്ടേഴ്സ് ഞാൻ സീരിയസ് എന്ന് പറയുമ്പോഴും ഞാൻ കേട്ട ദൈവശബ്ദം എന്താ? ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാകും. ഡോക്ടർ പറയുന്ന ശബ്ദത്തെ അല്ല ഞാൻ കേൾക്കുന്ന, എന്റെ ദൈവത്തിന്റെ ശബ്ദം, എന്നോട് സംസാരിച്ച ദൈവശബ്ദം എന്താണ്? ആ ശബ്ദം പറഞ്ഞു, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഒന്നാമത് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കേട്ട ശബ്ദമായിരുന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം. നാം ദൈവശബ്ദത്തിൽ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ദൈവശബ്ദത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, ദൈവശബ്ദത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവശബ്ദത്തിൽ നാം ഉറയ്ക്കുന്നുവെങ്കിൽ, നാം നങ്കൂരമിടുന്നുവെങ്കിൽ, ഏത് പ്രതിസന്ധികളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്റെ ജീവിതത്തിൽ എന്റെ ക്യാൻസറിനെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം. മൂന്നാമത് ക്യാൻസർ വന്നപ്പോൾ അത്ഭുത സൗഖ്യം പരിശുദ്ധാത്മ നൽകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന് കഴിയാത്തത് ഒരു കാര്യവുമില്ല. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഉറയ്ക്കുന്നുവെങ്കിൽ, നമ്മുടെ ഏത് പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ഇടയായിത്തീരും. ദൈവം സകലത്തിന്മേലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്നും ദൈവത്തിന് അസാധ്യമായിട്ടില്ല. നമുക്ക് അറിയാം, നാം ദൈവജനത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോശഫാത്തിന്റെ ജീവിത അനുഭവം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ യഹോശഫാത്തിന്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത്. ആ യഹോശഫാത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, വളരെ പ്രതിസന്ധിയായിരുന്നു. അവിടെ നമുക്കതിന്റെ 20-ാം അധ്യായത്തിലേക്ക്, 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യഹോശഫാത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എത്ര വലുതായിരുന്നു. അതിന്റെ 1-ാം ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവന്റെ ജീവിതത്തിൽ യുദ്ധം എതിരായി വന്നു. വളരെയധികം യുദ്ധം. ഒരു വ്യക്തിക്കെതിരായിട്ട് അനേക ദേശക്കാർ അല്ലെങ്കിൽ രാജ്യക്കാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്പമായിട്ടുള്ള ജനതയ്ക്കെതിരായിട്ട് വലിയ യുദ്ധം. ആ യുദ്ധമാണ് ആദ്യം വന്നത്. എന്താണ്? ഒരു യുദ്ധമാണ്. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള യുദ്ധങ്ങൾ വരാം. ആത്മീക ജീവിതത്തിൽ യുദ്ധം വരാം, നമ്മുടെ മാനസിക അവസ്ഥയിൽ യുദ്ധം വരാം, മാനസിക അവസ്ഥയ്ക്ക് എതിരായി, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് രോഗങ്ങൾ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, സഭയുടെ അകത്ത്, ദേശത്തിന്റെ അകത്ത്, സമൂഹത്തിന്റെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള യുദ്ധമാണ് വരുന്നത്. ഈ യുദ്ധം വരുമ്പോൾ ഇവിടെ ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പരിശുദ്ധാത്മ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, യുദ്ധം വന്നപ്പോൾ ഭയപ്പെട്ടു പോയി. ആദ്യത്തെ കാര്യം എന്താ? മാനുഷികമായി ഭയപ്പെട്ടു. അതിനുശേഷം ഭയം വന്നപ്പോൾ, യുദ്ധം വന്നു, ഭയം വന്നു. അപ്പോൾ ചെയ്തതെന്നാണ്, യഹോവയെ അന്വേഷിപ്പാൻ
താല്പര്യപ്പെട്ടു. നോക്കൂ, നാം ദൈവത്തെ അന്വേഷിക്കുവാൻ തക്ക വേണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എത്ര വലുതുമാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ നമ്മെ പിടിച്ചു കുലുക്കുവാൻ ശ്രമിക്കുന്ന, ഭയചകിതരാക്കുവാൻ ശ്രമിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതുമാകട്ടെ, പക്ഷെ അതിന്റെ മധ്യത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? യഹോവയെ അന്വേഷിക്കുവാൻ തക്ക വേണം. നാം ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ അവനുമായി വസിച്ചുകൊണ്ട് നാം ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദം നാം കേൾക്കുവാനിടയായി തീരും. ദൈവ ശബ്ദം എന്താണ് പറയുന്നത്? കാത്തിരിക്കുക. കാത്തിരിപ്പിന്റെ മധ്യത്തിൽ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവത്തിന് മഹത്വം കരയറ്റുന്ന സ്തോത്ര യാഗങ്ങൾ അവൻ അർപ്പിക്കുവാൻ തക്ക വേണം. അവന് സ്തുതി കരയറ്റുവാൻ, അവൻ നാം വിശ്വസിച്ചുകൊണ്ട് എന്റെ യുദ്ധം, എന്റെ ജീവിതത്തിൽ വന്ന ഈ പ്രതിസന്ധി, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ മധ്യത്തിൽ ഞാൻ ഭയപ്പെടുവാനല്ല, മറിച്ച് ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ, സ്തോത്രം കരയറ്റുവാൻ. അതുപോലെ ഇവിടെ നാം കാണാൻ സാധിക്കുന്നു, ഉപവാസം പ്രസിദ്ധം ചെയ്തു. അവിടെ ഒരു വലിയ ഉപവാസം പ്രസിദ്ധം ചെയ്യുകയാണ്. ഉപവാസം എന്ന ദൈവമായി വസിക്കുവാൻ യഹൂദരും യെഹോശഫാത്തും അവരെല്ലാവരും തീരുമാനമെടുക്കുവാണ്. ദൈവവുമായി നമുക്ക് വസിക്കാം, ദൈവവുമായി ചേർന്നിരിക്കാം, ദൈവത്തിൽ നിന്നും പ്രാപിക്കാം. അവനുമായി ചേർന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ഇടയത്തിനും. ഒരു വിത്ത് മണ്ണിന്റെ അടിയിൽ വീണ് മണ്ണുമായി ചേർന്നിരിക്കുമ്പോൾ ആ മണ്ണ് ഫലവത്തായിട്ടുള്ളതെങ്കിൽ, നനവുള്ളതെങ്കിൽ, ആ വിത്തിൽ അതിൻ്റെതായ ഫലഭൂയിഷ്ട്യം കാണുവാൻ സാധിക്കും. നാം ആരോടാണ് ചേർന്നിരിക്കുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള ദൈവത്തിന്റെ വചനം 91 സങ്കീർത്തനം കാണാൻ സാധിക്കും. നാം ആരോട് ചേർന്നാണ് ഇരിക്കുന്നത്? ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ ഒരു വിത്ത് വീണാൽ ആ വിത്ത് ശുഷ്കിച്ച് നശിച്ചു പോകുവാൻ ഇടയത്തിരും. എന്നാൽ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൊടുങ്കാറ്റും അതുപോലെ തിരമാലകളും ആനടിക്കുമ്പോൾ നമ്മെ ഇളക്കി കളയുവാൻ, പറിച്ചു കളയുവാൻ തക്കവണ്ണം ശത്രു പോരിടുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, നാം ആരോടാണ് ചേർന്നിരിക്കുന്നത്? നമുക്ക് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവനോട് നാം ചേർന്നിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവന്റെ നാമത്തെ നാം അറിയുന്നുവെങ്കിൽ, അവന്റെ നാമത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. ഉപവസിക്കുക, നമ്മുടേതായ ദിനചര്യകളെ മറന്നുകൊണ്ട് ദൈവവുമായി ഒന്ന് ചേർന്നിരിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാദ് ഭക്ഷണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദാനിയേൽ തന്റെ ജീവിതത്തിൽ യിരെമ്യാ പുസ്തകം എടുത്ത് വായിക്കുമ്പോഴാണ് തന്റെ ജീവിതത്തിൽ വളരെയധികം ക്ലേശകരമായ, ദുഃഖകരമായ അവസ്ഥ, 70 വർഷക്കാലമുള്ള ആ വലിയ അടിമത്വത്തിന്റെ അവസ്ഥയെ കുറിച്ചെല്ലാം അറിയുവാനിടയായി തീർന്നു. അങ്ങനെ അറിയുവാനിടയുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ വലിയൊരു ഉപവാസം പ്രസിദ്ധം ചെയ്യുവാനിടയായി തീർന്നു. ഉപവാസം ദാനിയേൽ ഉപവാസം പ്രസിദ്ധം ചെയ്യുകയല്ല, മറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, വ്യക്തിപരമായി താൻ ദൈവമായി ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതം ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം നമുക്കറിയാം, ശാഖപദാർത്ഥമെല്ലാം കഴിച്ച് ദാനിയേൽ ഉപവസിക്കുന്ന ഒരു കാര്യം. ഇവിടെ പക്ഷേ യെഹോശഫാത്ത് യഹൂദരോട് ഒരു വലിയ ഉപവാസം, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഉപവാസം പ്രഖ്യാപിക്കുവാൻ ഇടയായി തീർന്നു. കാരണം കാരണം എന്തായിരുന്നു? ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും ഉള്ളവനായ ദൈവത്തിൽ അവർ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു. ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നമ്മുടെ ദൈവത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമം, രോഗത്തിന് എതിർക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഏതൊരു വലിയ പ്രതിസന്ധിക്കും പ്രതികൂലത്തിനും യഹോശഫാത്തിന് മുൻപിലുള്ള ആ വലിയ മണലാരണ്യം പോലെയുള്ള ആ ശത്രു സൈന്യത്തിനെ എതിർക്കുവാൻ കഴിയാത്ത വലിയ ശക്തിയും പരാക്രമവും ഉള്ളവനായ സർവശക്തനായ ദൈവത്തിൽ താൻ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുപോലും കാണാൻ സാധിക്കുന്നതിന്റെ 12-ാം വാക്യത്തിൽ കാണുകയാണ്, ആ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് ദൈവസന്നിധിയിൽ യഹോശഫാത്തും തന്റെ കൂടെയുള്ളവരും പറയുകയാണ്. ഞങ്ങൾക്ക് ശക്തിയിൽ എതിർക്കുവാൻ, പക്ഷേ നിനക്ക് ശക്തിയുണ്ട്, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട് എന്ന് ദൈവത്തോട് പറയുന്ന, ദൈവത്തിന് ആശ്രയിക്കുന്ന ഒരു അവസ്ഥ. ഒരു പക്ഷേ നമുക്ക് സ്വയമായി രോഗബന്ധനമായിരിക്കാം, മാറവ്യാധിയായിരിക്കാം, അതിനെ എതിർക്കുവാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ദൈവത്തിന്റെ ശക്തിക്ക് സകലതും കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ്, പ്രതിസന്ധികളെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ, നമ്മുടെ കണ്ണുനീരിന്റെ മധ്യത്തിലും ദൈവത്തെ
ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് അവന് സ്തുതി കൊടുക്കുവാൻ തക്കണം ഇടയിൽ തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവൻ, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവൻ, നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവൻ, നമ്മുടെ ദേശത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇവിടെ എന്തു ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ഒരു കൂട്ടം, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പല സാഹചര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടെ എന്ത് ചെയ്യണം. പക്ഷെ ദൈവം പറയുകയാണെങ്കിൽ ഒന്നേ ചെയ്യണ്ടു. എന്താണ് ചെയ്യേണ്ടുന്നത്? എല്ലായ്പ്പോഴും എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, യേശു ക്രിസ്തുവിലൂടെ പിതാവിന് മഹത്വം കൊടുക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അതുപോലെ എന്ത് ചെയ്യണ്ടു എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം പറയുകയാണ് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടെ, ഈ സാഹചര്യത്തെ എന്ത് ചെയ്യേണ്ടു, പക്ഷെ ദൈവത്തിന് സ്തുതി കരയറ്റം, ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. നമുക്കറിയാം ശീലാസും നമുക്കറിയാം പൗലോസും കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് ആ ജീവിതത്തിന്റെ അർദ്ധരാത്രി, അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് നോക്കുമ്പോൾ ആ ജയിലിന്റെ അകത്തെ അർദ്ധരാത്രി ആയിരിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രിയായിരുന്നു. അടുത്ത നിമിഷം അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അവരെ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടിയാൽ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന അവസ്ഥയാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികളുണ്ട്. ഒരുപക്ഷെ ഒരു സമയത്തിന്റെ അർദ്ധരാത്രിയല്ല, മറിച്ച് നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ അർദ്ധരാത്രിയിൽ നാം ദൈവത്തെ സ്തുതിക്കുമോ, ദൈവത്തെ ആരാധിക്കുമോ, ദൈവത്തിന് മഹത്വം കൊടുക്കുമോ, ദൈവത്തിന് നന്ദി കരയറ്റുമോ? അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ പ്രതിസന്ധികളെ ദൈവത്തിന് മാറ്റുവാനും കഴിയും. ഇവിടെ നമുക്ക് യഹോശാഫാത്തിന്റെ ആ കൂട്ടർ പറയുന്ന കാര്യങ്ങൾ, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ശക്തിയില്ല, നിനക്ക് ശക്തിയും പരാക്രമവും ഉണ്ട്. ഞങ്ങൾക്ക് ശക്തിയില്ല, ഒന്നിനും കഴിയില്ല കർത്താവേ. എങ്കിലും അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കണ്ണ് നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ പല സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കണ്ണുകൾ പ്രതിസന്ധികളുടെ മേലാണ്. ദൈവത്തിന്റെ മേലിരിക്കേണ്ടുന്ന കണ്ണ് പലപ്പോഴും പ്രതിസന്ധികളുടെ മേലിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകേണ്ടുന്ന വിടുതലുകളിലേക്ക് വരുവാൻ കഴിയാതെ വരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനും ദൈവസന്നിധിയിൽ പല സമയങ്ങളിൽ ദൈവശബ്ദം കേട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ്, ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രതിസന്ധിയാണ്. കൊച്ചു കൊച്ചു വിഷയങ്ങളുടെ മധ്യത്തിൽ ഉപസിക്കാൻ തുടങ്ങുമ്പോൾ നീണ്ട ദിവസങ്ങൾ ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരണ നൽകി അങ്ങനെ ഉപസിക്കുന്ന സമയത്ത് അനേക ജീവിതങ്ങൾ രോഗികൾ സൗഖ്യമാകുന്നതും, അതുപോലെ കുലപാതകം ചെയ്ത് കടന്നു വന്ന വ്യക്തി ജീവിതങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ച് അവർ പൗലോസിനെ പോലെ ഒരു ജീവിതം മാറുന്ന അവസ്ഥകളെല്ലാം കാണുവാൻ ഇടയായിട്ടുണ്ട്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ഉപവസിക്കുക, ദൈവവുമായി വസിക്കുക എന്ന് പറയുന്നത്, ദൈവവുമായി ചേർന്നിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവനുമായി വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നാം ദൈവമായി വസിക്കുന്നുവെങ്കിൽ, ദൈവമായി ചേർന്നിരിക്കുന്നുവെങ്കിൽ, അവനെ സ്തുതിക്കുന്നുവെങ്കിൽ, അവന് നന്ദി കരയറ്റുന്നുവെങ്കിൽ, നമ്മുടെ ഓരോ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റുന്നുവെങ്കിൽ ദൈവം പറയുകയാണ് നാം ഒരിക്കലും തളർന്നു പോകുവാൻ ഇടയാകത്തീരുകയില്ല. ഇത് 13-ാം വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവം പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ജീവിതത്തിന്റെ പല ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വടക്കേന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ 35ഓളം വർഷത്തോളം ദൈവവേല ചെയ്യുന്ന സമയത്ത് പല പല സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ട അങ്ങനെ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും കേട്ട ഒരു ശബ്ദമാണ്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ബൈബിളിൽ 365 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുക്രിസ്തു ഓരോ ദിവസവും നമ്മോട് പറയുന്ന കാര്യമാണ്, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടിയുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനവിധമായ ഫോബിയകൾ ഉണ്ടായിരിക്കാം, ഭയങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആ ഭയത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മ പറയുകയാണ്, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. കാരണം ദൈവം നമ്മെ പരാക്രമശാലികളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാനല്ല, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, അവന്റെ വചനത്തിലേക്ക് ഉറ്റുനോക്കുവാൻ, ഭയപ്പെടാതെ ഭ്രമിച്ചു പോകാതെ അവന് സ്തുതി കരയറ്റുവാൻ, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം. നാം സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവം. നമ്മുടെ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ കഷ്ടം ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ നമ്മുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിൽ താമസം വരുമ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ. ദൈവം പറയുന്ന ഒരേ ഒരു വചനഭാഗമാണ് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭക്തരെല്ലാം ഒരു
യാഗപീഠം പണിത് ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവരായിരുന്നു. നാം ആകുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല, കാരണം പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് പലപ്പോഴും ആരാധിക്കുവാൻ കഴിയാത്ത, ഞാൻ പറഞ്ഞല്ലോ തടവറയുടെ അകത്ത്, അവിടെ നമുക്ക് എങ്ങനെ ആരാധിക്കാൻ കഴിയും? നമ്മുടെ മനസ്സ് ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ എഫെസ്യ ലേഖനം 6:18 വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലായ്പ്പോഴും എന്താ പറയുക, എപ്പോഴും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. പ്രേ ദ സ്പിരിറ്റ് അറ്റ് ഓൾ ടൈംസ്, ഓൾ കൈൻഡ്സ് ഓഫ് പ്രേയേഴ്സ് വിതിൻ അവർ മൈൻഡ്. നമ്മൾ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ഏത് സമയത്ത് നമ്മുടെ മനസ്സ് അത് പുതുക്കപ്പെട്ട്, ആ മനസ്സ് ക്രിസ്തുവുമായി പറ്റിച്ചേർന്നിരിക്കാൻ, നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മ മണവാളിനുമായി ചേർന്നിരുന്നു കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയും അറിയാതിരിക്കുമ്പോൾ, നാം സ്തുതിക്കുമ്പോൾ ആ ദൈവം തന്നെ നമ്മുടെ എന്താ പറയുക തടവറകളെ തുറന്നുകൊണ്ട് നമ്മളെ പുറത്തിറക്കുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവമേ ഇതെങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെ സാധ്യമാകും? ദൈവം പറയുക സകലതും സാധ്യമാണ്, ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ടില്ല. വളരെയധികം കൊറോണയുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞങ്ങൾ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. ആ സമയം വരെ ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ ചർച്ച് പ്ലാന്റ് മിഷണറി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാഹചര്യത്തെ പരിശുദ്ധമ്മ പറഞ്ഞു, ഇവിടേക്ക് പാകിസ്ഥാൻ ബോർഡറിലേക്ക് കടന്നു വരുവാനൊക്കെ വേണം. ഇവിടെ കടന്നു വരുന്ന സമയത്ത് എന്താ പറയുക, ഞങ്ങൾക്ക് താല്പര്യമില്ല കടന്നു വരുവാൻ. കാരണം നമ്മുടെ നല്ല സാഹചര്യങ്ങളെ വിട്ടുകളഞ്ഞ് ദൈവം പറയുകയാണ് ഇവിടെ മരണം. പക്ഷേ ദൈവം പറഞ്ഞ എന്നെ പരീക്ഷിക്കരുത്. ഇവിടെ കടന്നു വന്നപ്പോൾ ദൈവം കാണിച്ചത് ജനമെന്ന് പറയുന്നത് കൊറോണയുടെ വലിയ രൂക്ഷമായിരിക്കുന്ന അവസ്ഥകൾ കടന്നു വന്ന സമയത്താണ്. 2020 മാർച്ച് മാസത്തിൽ ഇവിടെ കടന്നു വരുന്ന സമയത്ത് റോഡിൽ കൂടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനേക ദൈവം കാണിക്കുവാൻ ഇടയിൽ തീർന്നു. ഡെസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുന്ന ഒത്തിരി ജനം, ആരുമില്ലാത്ത അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, ഭിക്ഷ യാചിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, അതുപോലെ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നവർ, പുറത്ത് ആരും ഇറങ്ങാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ അനേകർ എന്താ പറയാ ഒന്നുമില്ലാതെ, ഭക്ഷണമില്ലാതെ അവർ കിടക്കുന്നതായ റോഡ് സൈഡിൽ തന്നെ മരിച്ചു പോകുന്ന അവസ്ഥകൾ, അതുപോലെ യൗവനക്കാരായിരിക്കുന്ന അനേകർ മരിച്ചു പോകുന്ന, മയക്കുമരുന്നിന് ഏറ്റവും അധികം കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ സ്ഥലം. ഏറ്റവും അധികം നമ്മുടെ ഭാരതത്തിൽ മയക്കുമരുന്നിന് ഏറ്റവും കുപ്രസിദ്ധമായ സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളടക്കം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. 2 വയസ്സ് കഴിഞ്ഞാൽ അവർ പല മയക്കുമരുന്ന് പേരുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ എന്താ പറയാ ദൈവം ഞങ്ങളിവിടെ കൊണ്ടുവരുവാൻ ഇടയെത്തിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു വ്യക്തിയാണ്, ഒരു സഹോദരി ഭിക്ഷ യാചിച്ചുകൊണ്ട് അവർ തടവറയിലായിരുന്നു. ചില സാഹചര്യങ്ങളോടനുബന്ധിച്ച് അവർ തടവറയിലായിരുന്നു, യേശുവിനെ അറിയാത്തവരായിരുന്നു. അങ്ങനെ അവരെയാണ് ദൈവം ആദ്യമായിട്ട് കാണിക്കുവാൻ ഇടയെത്തുന്നത്. അവർ മുഖാന്തരം ഒരു ചേരി പ്രദേശത്ത് കടന്നു പോകുവാനും, അങ്ങനെ ആ ചേരിയിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാനും, അങ്ങനെ അനേക ഭൂതഗ്രസ്തർ ഭൂതങ്ങൾ വിട്ട് ഓടിക്കളയുവാനും, അതുപോലെ മാറാരോഗികൾ സൗഖ്യമാകുവാനും, അങ്ങനെ ഒരു സഭ ദൈവത്തിന് വേണ്ടി അനേക ഡെസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കുന്ന അനേക ജീവിതങ്ങൾ ക്രിസ്തുവേശുവിനെ സ്വന്തം രക്ഷിതാംഗത്വമായി സ്വീകരിച്ച് അവരെ പാപങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് അവർ ജലത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കവണ്ണം, ദർശനമുള്ളവരായി സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഓടുന്നവരായി ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പോർപ്പൊരുതുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. പ്രിയ ദൈവജനം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഇവിടെ ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ അധ്യായത്തിൽ ദൈവം പറയുകയാണ്, യുദ്ധം നിങ്ങളുടേതല്ല യഹോവയുടേതത്രേ. അപ്പം ദൈവത്തിന്റെ ശബ്ദമാണ്, പ്രവാചകനിലൂടെ ദൈവശബ്ദം വരികയാണ്. യുദ്ധം നിങ്ങളുടേതല്ല, മറിച്ച് ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ദ വിക്ടറി ബിലോങ്സ് ടു us, ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. നമ്മുടേതാണ് ജയം നമ്മുടേതും. അതുപോലെ എന്താ പറയാ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ് യുദ്ധം. അങ്ങനെയെങ്കിൽ നാം യുദ്ധത്തിന്റെ മധ്യത്തിൽ നാം നിന്നു കൊടുക്കുന്നുവെങ്കിൽ, എങ്ങനെ നിന്നു കൊടുക്കണം? നാം ഭയപ്പെടാതെ, ഭ്രമിച്ചു പോകാതെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയെത്തീരും. നാം ഇവിടെ ദൈവവചനത്തിൽ നാം കണ്ടുവല്ലോ, ഇവിടെ കൊലോസ്യ ലേഖനത്തിലാണെങ്കിലും 3-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ വചനഭാഗത്തിൽ 15 മുതലുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുകയാണ്. അവിടെ പറയുന്ന വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും നോക്കൂ, അത് ദൈവത്തിന് എന്താ പറയാ മീൻസ് ദൈവത്തിന് നന്ദി കൊടുത്തുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ചെയ്യുവാൻ തക്കോണം. അതെന്താണ് അതിന്റെ കാരണം? കാരണം ഇതിന്റെ പുറകിൽ ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മുടെ വിജയത്തിന്റെ രഹസ്യമാണ്
സ്തോത്രത്തിലും സ്തുതിയിലും കവിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം കരയിക്കുമ്പോൾ ഒരു വലിയ ജയകരമായ ജീവിതം. പലപ്പോഴും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എനിക്ക് ഇടയെത്തിരുന്ന ഒരു സാഹചര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ പല വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അവർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ഇടയെത്തിരുന്നത്, അവരെങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്, ഒരു ഹൃദയങ്ങളെയും മനസ്സുകളെയും പരിശുദ്ധാത്മാവ് തുറക്കുവാൻ തക്കാണ് ഇടയായി തീർന്നത് സ്തുതിയോടെ, സ്തോത്രത്തോടെ, ദൈവസന്നിധി ജാഗരിച്ച് ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് കടന്നുപോയപ്പോഴെല്ലാം ദൈവം അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇയ്യോബിന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിച്ചുവല്ലോ. ഇയ്യോബ് ദൈവത്തിന് നന്ദി കരേറ്റി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇയ്യോബ് തന്റെ വാക്കിനാലോ പ്രവൃത്തിയാലോ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ചെയ്യാത്തത് കൊണ്ട് ദൈവം നമുക്കറിയാൻ സാധിക്കുന്നു, അവനെ ഇരട്ടിയായ പ്രതിഫലം അല്ലെങ്കിൽ ഇരട്ടിയായ നന്മ അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധിയെന്നും ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, ഞാൻ വടക്കേന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന സാഹചര്യം, പല സമയത്തും വടക്കേന്ത്യയിൽ ഒറ്റപ്പെട്ട അവസ്ഥകൾ, വളരെയധികം പ്രതിസന്ധികൾ. കാരണം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ദൈവമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട്, ദൈവത്തോട് മാത്രം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പല അവസ്ഥകൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ ഈ ചേരികളിലുള്ള പ്രവർത്തനം തുടങ്ങുവാനുള്ള ഒരേയൊരു കാരണം, അനേക വടക്കേന്ത്യയിലെ പ്രവർത്തനോട് അനുബന്ധിച്ച് എന്റെ വിവാഹത്തിന് മുമ്പേ ഞാൻ പ്രവർത്തനത്തിലായിരിക്കുന്ന സമയത്ത് പല സാഹചര്യത്തിലും ഭക്ഷണമില്ലാതെ, എന്താ പറയാ, കൊടുന്തണുപ്പിന്റെ സമയത്ത് ഉള്ള കമ്പിളി വസ്ത്രങ്ങൾ പോലും ചേരികളിലുള്ള പല പ്രിയപ്പെട്ടവർ വന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് വസ്ത്രമില്ല, തണുപ്പിന് പുതയ്ക്കുവാൻ അല്ലെങ്കിൽ തണുപ്പിന് ഇടുവാൻ വസ്ത്രമില്ല. അവർക്കത് കൊടുക്കുന്ന സമയത്ത് പല പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയെ തീർന്നു. എന്ന് പറഞ്ഞാൽ ആ കൊടും തണുപ്പിനെ അതിജീവിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയെ തീർന്നു. മറ്റൊരു വ്യക്തിയുടെ ദുഃഖ അതുപോലെ അറിയുവാൻ തക്കവണ്ണം, മറ്റൊരു വ്യക്തിയുടെ ദുഃഖം അല്ലെങ്കിൽ ആ പ്രതികൂലം, ആ വേദനകളെ അതുപോലെ രുചിച്ചറിയുവാൻ തക്കവണ്ണം, അങ്ങനെയാണ് ഡെസ്റ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്ക് കടന്നുപോയി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ അതൊരു മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെപ്രകാരം നാം അതിനെ സോൾവ് ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ എങ്ങനെ ചെയ്യുവാൻ ഇടയെ തീരും. അതാണ് ദൈവം എന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നത്. ഇവിടെ നമുക്ക് ദൈവജനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നതാണ്, നാം ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണതയോടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. പല പ്രതിസന്ധികൾ, ജീവിതത്തിന്റെ പല വളരെയധികം വേദനാജനകമായ പല അനുഭവത്തിന്റെ മധ്യത്തിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ കഠിനപ്പെട്ട ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്താണ് ഒരു യൗവനക്കാരൻ എന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയെത്തുന്നത്. യൗവനക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്സുള്ള ഒരു വ്യക്തി. സുവിശേഷത്തിന്റെ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാനായിരിക്കുന്ന ഭവനത്തിൽ അദ്ദേഹം മുട്ടുവാൻ ഇടയെ തീർന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരി ക്യാൻസർ രോഗിയായിരിക്കുന്നു, ഞാൻ യേശുവിനെ അറിയുവാൻ ഇടയെ തീർന്നു. ആ കുടുംബം ആരും യേശുവിനെ അറിയാത്ത കുടുംബമാണ്. മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് താൻ കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ കേട്ടു, സിസ്റ്ററെ കുറിച്ച് കേട്ടു, അപ്പൊ എന്റെ ഭവനത്തിലേക്ക് ഒന്ന് വരാമോ പ്രാർത്ഥിക്കാനായിട്ട്? കാരണം എന്റെ സിസ്റ്ററിന് നാളെ ക്യാൻസറിന്റെ ഓപ്പറേഷൻ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതിനുവേണ്ടി ഒന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാമെന്ന് ചോദിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ ഇടയെത്തുന്നു, ആ ഭവനത്തിലേക്ക് അപ്പോൾ കടന്നു പോകേണ്ട. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വിട്ട ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, അവിടെ കടന്നു പോകാനാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ സഹോദരന് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം, പിന്നത്തേതി കടന്നു വരാം. അങ്ങനെ അടുത്ത ദിവസം ആ സഹോദരിയുടെ ക്യാൻസറിന്റെ ഓപ്പറേഷന് വേണ്ടി കടന്നു പോകുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ആ സഹോദരിയെ കണ്ടിട്ടില്ല. ഈ സഹോദരൻ കടന്നു വന്ന്, എന്റെ സഹോദരി ഇവിടെ താമസമുണ്ട്, ഞാൻ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നതാണെന്ന് എന്നോട് പറയുവാൻ ഇടയെ തീർന്നു. അങ്ങനെ ആ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയെ തീർന്നു. സാധാരണഗതിയിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു ദിവസത്തിന്റെ മുഴങ്കാൽ മടക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ആ പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുത സൗഖ്യം വരണം. അടുത്ത ദിവസം ആ സഹോദരൻ
എന്റെ ഭവനത്തിലേക്ക് അടുത്ത ദിവസം വളരെ കിതച്ചോടി വരുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ വളരെ ആഹ്ലാദത്തോടെ ഒരു കാര്യം പറയുവാൻ ഇടയെത്തിരുന്നു. അന്ന് അടുത്ത ദിവസം വൈകിട്ട് അവർ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഡോക്ടർ വീണ്ടും ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്നതിന് മുൻപ് വീണ്ടും ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ക്യാൻസർ ആ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് പറയാൻ ഇടയെത്തിരുന്നു. അവർ യേശുവിനെ വിശ്വസിക്കുവാൻ, യേശുവിന്റെ കരം അവരുടെ ജീവിതത്തിൽ തൊടുവാൻ ഇടയെത്തുന്നു. ഒരു മനുഷ്യ കരമല്ല, മറിച്ച് യേശുവിന്റെ കരം ആ സഹോദരിയെ വിടുവിക്കുവാൻ, ആ കുടുംബം മുഴുവനുമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കമാണ് അത് മുഖാന്തരമായി. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നാം വിശ്വാസത്തോടെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഏത് വിഷയത്തെയും ഏത് പ്രതിസന്ധിയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 3 പ്രാവശ്യം ക്യാൻസർ വന്ന സൗഖ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. പല പ്രാവശ്യം പല വ്യക്തികളോട് സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ ശക്തിയാണ് ജനത്തെ വിടുതലിലേക്ക് കൊണ്ടുവരുന്നത്. ആ സുവിശേഷം നാം റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുമ്പോൾ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഐ എം നോട്ട് ashamed of the gospel but is the power of God. നമുക്കറിയാം, ആ സാൽവേഷന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ആ ദൈവത്തിന്റെ ശക്തിയാണ്. ആ ദൈവശക്തി എങ്ങനെയാണ് ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നത്? യേശുവിനെ കുറിച്ച് ഒരിക്കലും അറിയാത്ത വ്യക്തികൾ സർവശക്തനായ ഒരു സൃഷ്ടികർത്താവിനെ രുചിച്ചറിയുവാൻ തൊക്കെ വേണം. യേശു ക്രിസ്തുവിനാൽ അവർ ആകർഷിക്കപ്പെടുവാൻ, അവർ യേശു ക്രിസ്തുവിന്റെ ഭക്തിയിലേക്ക് കടന്നു വരുവാൻ തൊക്കെ വേണം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുവാൻ തൊക്കെ വേണം. നാം ലജ്ജ കൂടാതെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, ലജ്ജ കൂടാതെ നാം സുവിശേഷം പറയുന്നുവെങ്കിൽ, നമ്മുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നുവെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ഒരു ഗ്രാമമാണ്, ഞാനും എന്റെ മകളുമായി ആ ഗ്രാമത്തിലേക്ക് പരിശുദ്ധാത്മ ഞങ്ങളോട് പറയാൻ ആ ഗ്രാമത്തിലേക്ക് ഒന്ന് പോകണം. അങ്ങനെ പോകാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ കടന്നുപോയി. 2 ഭവനമാണ് ദൈവം കാണിച്ചത്. ആ 2 ഭവനത്തിൽ കടന്നു പോകുവാൻ പറഞ്ഞു. ഏതെല്ലാം ഭവനത്തിൽ പോകാൻ പറഞ്ഞാൽ ആ പ്രത്യേക പറയുന്നിടത്ത് മാത്രമാണ് പോകാറുള്ളത്. അവിടെ കടന്നുപോയപ്പോൾ ഒരു വ്യക്തി എന്താ പറയാ, വളരെയധികം രക്തസ്രാവമായി, ഒരിക്കലും എന്താ പറയാ നിൽക്കാതെ രക്തസ്രാവമായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലും വളരെ അവശ്യ നിലയിലായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കാണുവാൻ ഇടയെത്തിരുന്നു. ദൈവം പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അവിടെ പ്രാർത്ഥിച്ചു. അത്ഭുതപരമായി ദൈവം ഓൺ ദ സ്പോട്ടിൽ ആ വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കുവാൻ തക്ക വേണം. ആ വ്യക്തി ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുവാൻ തക്ക വേണം. ദൈവത്തിന് വേണ്ടി പൂർണ്ണതയോടെ തന്റെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോലും താൻ ജീവിതം ചുമൽ കൊടുക്കുമെന്ന് സമർപ്പിച്ച് ചുമൽ കൊടുക്കത്തക്ക രീതിയിൽ ദൈവം ആ വ്യക്തിയെ തിരിക്കുവാൻ തക്കവണ്ണം ഇടയെത്തിരുന്നു. അതിനുശേഷം മറ്റൊരു ഭവനത്തിലേക്ക് വിട്ടു. ആ ഭവനത്തിൽ കടന്നുപോയി അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ആ മരുമകളുടെ എന്താ പറയാ അമ്മായിമ്മ മരുമകളോട് പറയുവാൻ ഇടയെത്തിരുന്നു, നിന്റെ കാര്യം നീ തുറന്നു പറയുക എന്ന് പറയാൻ ഇടയെത്തിരുന്നു. അങ്ങനെ ആ മകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ച് ജസ്റ്റ് അവിടെ പോയി പ്രാർത്ഥിച്ചു. ആ സമയത്ത് പറഞ്ഞു, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. എന്താ പറയാ 2 ആഴ്ചത്തെ മുമ്പത്തെയാണ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതുപോലെ വളരെയധികം അസഹനീയമായ വേദന. അവളുടെ കയ്യിലുള്ള കൊച്ചുകുഞ്ഞ്, ഒരു വയസ്സ് പോലും പ്രായമായിട്ടില്ലാത്ത ഒരു കൊച്ചു മകനാണ് കയ്യിലുള്ളത്. അവൾ വളരെയധികം വേദനപ്പെട്ട്, വളരെയധികം ഭാരപ്പെട്ട്, കാരണം മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചെല്ലാം വളരെ ഭയപ്പെട്ട്, ഈ രോഗബന്ധനത്തിൽ നിന്ന് ഞാൻ എങ്ങനെ വിടുവിക്കപ്പെടും? അപ്പൊ എന്റെ അനുഭവം എല്ലാം അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് ഞങ്ങൾ മുഴങ്കാൽ മടക്കി അവിടെ ഇരുന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. മടങ്ങി വന്നു. കുറച്ച് ദിവസത്തിന് ശേഷം അവിടെ നിന്ന് ഫോൺ വരുവാൻ ഇടയെത്തിരുന്നു. അവൾ പൂർണ്ണമായി സൗഖ്യമായി. ഈ മാസം 31-ാം തീയതി ആ കുഗ്രാമത്തിൽ അവർ ഒരു വലിയ കൺവെൻഷൻ വെക്കുവാൻ തക്ക വേണം. അനേകരെ വിടിച്ച്, അനേക ദേശത്തുള്ള അനേക മയക്കുമരുന്നിനും മദ്യപാനത്തിനും അതുപോലെ മാറാ രോഗത്തിനുമുള്ള അനേക ജീവിതങ്ങൾ കടന്നു വരുന്ന ഒരു വലിയ കൂട്ടായ്മ അവരെ കണ്ടക്ട് ചെയ്യുവാൻ പോവുകയാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ തികഞ്ഞവരായി വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നാം ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുന്നുവെങ്കിൽ ദൈവമാണ് നമ്മോട് കൂടെ ചേർന്ന് നടന്ന് പ്രവർത്തിക്കുന്നത്. നാം മനുഷ്യരായി നമ്മുടെ മൺപാത്രത്തിന് ഒരു ശക്തിയില്ല. നാം മൺപാത്രമാണ് നാം ഓരോരുത്തരും. പക്ഷെ നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ ശക്തി, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് ശിഷ്യരോട് ചേർന്ന് നടന്ന് പ്രവർത്തിക്കുന്ന ദൈവം അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് യഥാർത്ഥമായി യേശുവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിപ്പാൻ അനേക ജീവിതങ്ങൾ കടന്നു വരുന്ന ഒരു അനുഭവം കാണുവാനിടെ, മയക്കുമരുന്നിന് അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ. പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ തുടക്കം മുതൽ എനിക്ക് വളരെ വേദനാജനകമായി, വളരെയധികം കണ്ണുനീർ ധാരധാര ഒഴുകുന്ന ഒരു അവസ്ഥയിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന് അറിയാത്ത സാഹചര്യം ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട്. കാരണം അതുപോലെ മയക്കുമരുന്നിനും മദ്യപാനത്തിനും
പ്പെട്ട് വളരെ മോശം ജീവിത രീതിയിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിലാണ് ദൈവം ഒരു ടോർച്ചുമായി, വചനത്തിന്റെ ടോർച്ചുമായി, വിശുദ്ധ ജീവിതത്തിന്റെ ടോർച്ചുമായിട്ട്, അല്ലെങ്കിൽ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൊണ്ടുവന്നത്. അതിന്റെ മധ്യത്തിൽ എന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും, ഈ മയക്കുമരുന്നിന് മദ്യപാനത്തിന് അടിമപ്പെട്ട സ്കൂളുകളിലെ കുഞ്ഞുങ്ങളാണെങ്കിലും, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മധ്യത്തിലും വചനം പറയുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേക ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയെക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഒന്നും കഴിയാത്തതായിട്ടില്ല പ്രിയ ദൈവജനമേ. നാം ഏത് വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണോ, പ്രാർത്ഥിക്കുകയാണോ, ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണോ, സ്തോത്രത്തിൽ ആ വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ ഒരിക്കലും എന്റെ കണ്ണിന്റെ പൂർണ്ണ കാഴ്ചശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ 1-2 പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു. തുടക്കത്തിൽ, ആരംഭത്തിൽ, ഞാൻ ചെറിയ പ്രായത്തിലായിരുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ ചോദിച്ച സമയത്തെല്ലാം എനിക്ക് മറുപടി കിട്ടിയത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് അനേകരോട് സുവിശേഷം പറയുവാൻ കഴിയുന്നുവെങ്കിൽ, ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയിലൂടെ അനേകരോട് സുവിശേഷം പറയുവാൻ തക്ക വേണം. ഇന്നും ആർക്കും അറിയുകയില്ല എന്റെ കണ്ണിന്റെ പ്രശ്നം ഉള്ളതുപോലും അതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്ക വേണം. അനേകിടങ്ങളിൽ പലയിടത്തും തനിയെ കടന്നു പോകുവാൻ, ഭാരതം മുഴുവനും പല സന്ദർഭത്തിൽ, പല സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് തനിയെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. ചിലപ്പോഴെല്ലാം കൂട്ടമായി കടന്നു പോകുവാൻ, 1-2 പേരുമായി കടന്നു പോകുവാൻ, ആ സാഹചര്യങ്ങളെല്ലാം കരം പിടിച്ച് നടത്തുന്ന ദൈവസാന്നിധ്യം രുചിച്ചെറിയുവാൻ ഇടയെത്തുന്നു. പ്രിയ ദൈവജനമേ, നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം എന്ത് ചെയ്യണം? ദൈവം പറയാണ്, ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരയറ്റുക. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. എന്റെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും അനേക അനുഭവങ്ങളുണ്ട്. 35 വർഷത്തെ ഈ സുവിശേഷ വേലയിൽ, വടക്കേ ഇന്ത്യയിലെ ഈ സുവിശേഷ വേലയിൽ അനേക അനുഭവങ്ങൾ. ഓരോ ദിവസവും എണ്ണിത്തീരാത്ത ദൈവത്തിന്റെ വലിയ കൃപ, എണ്ണിത്തീരാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, എണ്ണിത്തീരാത്ത ദൈവത്തിന്റെ കരുണ, കരുതൽ, അതുപോലെ ദൈവത്തിന്റെ എത്ര വലിയ അത്ഭുതങ്ങളാണ് പ്രിയ ദൈവജനമേ. കാരണം ഞങ്ങളിവിടെ ഡെസ്റ്റിറ്റ്യൂട്ടിന്റെ ഇടയ്ക്ക് പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് പോലും ഒന്നുമില്ലാത്ത ജനം, ഒന്നുമില്ല, അവർ തളർന്നു വീണ് മരിക്കുന്ന അവസ്ഥയിൽ ഒരു തീരുമാനമായിരുന്നു, എന്റെ ഭക്ഷണം എന്നാ കൊടുക്കാം. അങ്ങനെയാണ് തീരുമാനമെടുത്ത. ഭക്ഷണവുമായി കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങളും ഉപവസിക്കാം. അവരും കൊച്ചു പ്രായമാണ്, 8-9 വയസ്സുള്ള സമയം. അവരും എന്താ പറയുക, ഉപവസിക്കുവാൻ തക്ക വേണം, പ്രാർത്ഥിക്കുവാൻ തക്ക വേണം, ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ തക്ക വേണം. അവര് ഒരു നേരം ഭക്ഷണം കഴിച്ച് മറ്റു സമയത്തുള്ള ഭക്ഷണം അവർ കൊടുക്കുവാൻ തക്ക വേണം. പക്ഷെ ദൈവം അവരെ വളർത്തുവാൻ തക്ക വേണം. ഡെസ്റ്റിറ്റ്യൂട്ടിലുള്ള ചേരികളുള്ള അനേക ജീവിതങ്ങളെ വളർത്തുവാൻ തക്ക വേണം. ഇന്ന് അവർ ദൈവത്തിന് വേണ്ടി എന്താ പറയുക, ശക്തരായി നിൽക്കുന്നത് കാണുവാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ തക്ക വേണം. പ്രിയ ദൈവജനമേ, നാം ദൈവത്തിന് വേണ്ടി ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുന്നുവെങ്കിൽ അനേകർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്ക വേണം ഇടയെത്തീരും. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുഷ്കാലം വ്യർത്ഥമായി പോകാതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദിവസങ്ങൾ വ്യർത്ഥമായി പോകാതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മണിക്കൂറുകളും നിമിഷങ്ങളും വ്യർത്ഥമായി പോകാതെ ദൈവത്തിന് വളരെ പ്രയോജനമുള്ളവരെ തീരുവാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം, കർത്താവേ, നിന്റെ ഹിതം എന്താണ്? യേശു നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ, യേശുവിന്റെ കണ്ണായി, യേശുവിന്റെ കാതായി, യേശുവിന്റെ ശബ്ദമായി, യേശുവിന്റെ കാലും യേശുവിന്റെ കൈയുമായി നാം ഒന്ന് മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലൂടെ ചെയ്യുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ കർത്താവിന്റെ പ്രകാശമായി അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മായിരിക്കുന്ന സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, നമ്മായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മായിരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം റിബാനക രഗതകല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം ഒരിക്കലും തകർന്നു പോകുവാനല്ല, നാം ഒരിക്കലും ക്ഷീണിച്ചു പോകുവാനല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അധാനക രഗതകല അരബന രഗതകല. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. റിബ സത്തുറാനക രഗതകല അധാനക രഗതകല ജനബല രഗതകല. പരിശുദ്ധാത്മ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഉറ്റുനോക്കുകയാണ്. അരബനഹത്തനാരക ഗ്യാപ്പിൽ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ, ദൈവത്തിന്റെ കരമായി മാറുവാൻ, ദൈവത്തിന്റെ കാലുകളായി മാറുവാൻ, റിബാനക രഗതകല ദൈവത്തിന്റെ കണ്ണായി മാറുവാൻ, ദൈവം കാണുന്നത് പോലെ ഒന്ന് കാണുവാൻ, ദൈവത്തിന് സംസാരിക്കാനുള്ളത് ദൈവം നമ്മിലൂടെ ഒന്ന് സംസാരിക്കുവാൻ, ദൈവത്തിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കരത്തിലൂടെ ഒന്ന് ചെയ്യുവാൻ, ദൈവം കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ നാം
അവന് വേണ്ടി കടന്നു പോകുവാൻ തക്കവണ്ണം ആരെല്ലാം ദൈവം സത്തുറാനക നമ്മെ തന്നെ നമുക്കൊന്ന് ദൈവത്തിന്റെ സമർപ്പിക്കാം പ്രിയ ദൈവജനമേ. കാരണം നമ്മുടെ ആയുഷ്കാലം ഹല്ലേലൂയ വെറും 4 വിരൽ മാത്രം നീളമുള്ളതാകുന്നത് കൊണ്ട് നാം അല്പസമയം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഓ റിബാനക രഗതകല ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് നാം ഹല്ലേലൂയ ആ സമയം മാത്രം ഇവിടെ സമയം ചിലവഴിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശ നിവൃത്തിയിലേക്ക് വരുവാൻ, നമ്മുടെ ജനനം കൊണ്ടുള്ള ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ, ദൈവം എന്തിനാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ പദ്ധതിയിലേക്ക് ഒന്ന് വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാത്തിരിപ്പിന്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം പ്രതിസന്ധിയുടെ മധ്യത്തിൽ എങ്ങനെ നാം ആമേൻ ഹല്ലേലൂയ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ അരബന ഹത്തനാരക അരബന രഗതകല ആത്മമണവാളൻ വരാറായിരിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം. ഹല്ലേലൂയ അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ നമ്മെ ഓരോരുത്തരെയും ആമേൻ ഹല്ലേലൂയ സഹായിക്കേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ, ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെടട്ടെ. ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ കാലായി, കൈയായി, ഹല്ലേലൂയ ദൈവത്തിന്റെ കണ്ണായി, ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ തക്കവണ്ണം അറബനഹത്തനാരക നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അറബനഹത്തനാരക ദൈവം ഞങ്ങളുടെ പരിശുദ്ധ പാദപ്പെടുത്തി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ വചനം അല്പസമയം ശുശ്രൂഷിക്കുവാൻ സമയം ലഭിച്ചതിനായി സ്തോത്രം. അല്പം സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ സഹായിച്ചു ദൈവമേ. വാത്സല്യ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയ ദൈവജനത്തെ അരബന ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാൻ ഒരുമിച്ച് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ സർവശക്തൻ വീണ്ടും സഹായിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനെ സ്തുതിക്കുന്നു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സമയം ഒരുക്കി നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ആമേൻ.